എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡോക്ടർ ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു വൈജയന്തിക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന്. അതിനുശേഷം വൈജയന്തിയോടുകൂടെ ഒന്ന് സംസാരിക്കട്ടെ, ഭാര്യയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ വൈജയന്തിയുടെ റൂമിലേക്ക് പോരുന്നു. ബാലേന്ദ്രൻ പുറത്ത് നിൽപ്പുണ്ട്. അകത്ത് വന്നിട്ട് ഡോക്ടർ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളും പ്രഷറും തുടങ്ങി എല്ലാം ചെക്ക് ചെയ്തിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട് എല്ലാം നോർമലാണ്, വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം, ഡിസ്ചാർജ് എഴുതിയേക്കട്ടെ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ് വൈജയന്തിക്ക് ഇന്നലെ രാത്രി മൊത്തം ഭയങ്കര പുറം വേദനയും നടുവേദനയൊക്കെ ആയിരുന്നു, സ്പൈനൽ കോഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ വേദന വന്നത് എന്നൊക്കെ ചോദിക്കുക. അന്നേരം ഡോക്ടർ അങ്ങനെ വന്നോ, അങ്ങനെ വന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് തറവ് ചെക്കപ്പ് നടത്തണമല്ലോ, ഒന്ന് സ്കാൻ ചെയ്യണം, അതുപോലെ വേണ്ടി വന്ന MRI എടുക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം ഡോക്ടർ ഒന്ന് ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഇന്ന് ഡിസ്ചാർജ് എഴുതണ്ടല്ലേ എന്ന് ചോദിക്കുക. അന്നേരം വൈജയന്തി ഒരു വേണ്ട ഡോക്ടർ ഇന്ന് എഴുതണ്ട, എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല, നന്നായിട്ട് മാറിയിട്ട് തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കിയാൽ മതി എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അത് മതി, പൂർണ്ണ ആരോഗ്യമെത്തി, പ്രശ്നമില്ല, വീട്ടിലേക്ക് പോകാം എന്ന് രോഗിക്കൂടെ ഒന്ന് മനസ്സിനൊരു ബലം വന്നിട്ട് പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല കേട്ടോ, ടെൻഷനൊന്നും ആകണ്ട എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ആശ്വസിപ്പിച്ച് അവിടെ കിടത്തിയിട്ട് ഡോക്ടർ പുറത്തേക്ക് പോരുക. പുറത്തേക്ക് വന്ന് ബാലേന്ദ്രനെ കാണുന്നു. അപ്പം ബാലേന്ദ്രൻ ഇപ്പം ഡിസ്ചാർജ് ആക്കും എന്ന് കരുതിയിരിക്കുമല്ലേ. അന്നേരമാണ് ഡോക്ടർ പറയുന്നത് ഇന്ന് ഡിസ്ചാർജ് ആക്കുന്നില്ല, വൈഫിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു, അവർക്ക് ഭയങ്കര പുറം വേദന ഉണ്ടെന്ന് പറയുന്നു, ഒന്നുകൂടി ഒരു തറവ് ചെക്കപ്പ് നടത്തണം എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ അതെന്താ ഡോക്ടറെ, ഒരു പ്രശ്നമില്ലെന്നായിരുന്നല്ലോ കുറച്ച് മുമ്പ് വരെ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പം അതെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴല്ലേ വൈഫ് പറയുന്നത് ചെറിയ പുറം വേദനയൊക്കെ ഉണ്ടെന്ന്, അതോടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ബാലേന്ദ്രന് തിരക്കൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു തിരക്കുമില്ല, രോഗി പൂർണ്ണ ആരോഗ്യവതിയായി, ഒരു പ്രശ്നമില്ല, ഇനി ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ വിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പോൾ ബാലേന്ദ്രൻ സുലോചനയോട് പറയുന്നുണ്ട് അവൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരുപാട് നേരം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ സുലോചനയും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, ഞാൻ നിൽക്കണോ അതോ പോകണോ എന്ന്. എന്നാൽ ബാലേന്ദ്രൻ പറയും നീ നിൽക്കുമൊന്നും വേണ്ട, നീ പൊയ്ക്കോ, അവളുടെ കാര്യം അവൾ നോക്കിക്കോളും, ഏതായാലും നീ അവളോട് പറഞ്ഞിട്ട് പോരെ എന്ന് പറയുന്നു. സുലോചന പറയാനായിട്ട് അകത്തേക്ക് പോവാണ്, വൈജയന്തിയോട് പോവാണ് എന്ന് പറയാനായിട്ട് അകത്തേക്ക് പോകുന്നു. ഈ സമയം ബാലേന്ദ്രൻ ഫോൺ വിളിച്ച് അലീനയോട് പറയുന്നുണ്ട് ഇന്ന് ഡിസ്ചാർജ് ആകിയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരുക്കങ്ങളൊന്നും നടത്തണ്ട, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോള് പറഞ്ഞത് നേരാണ്, രോഹിത് രാവിലെ ഹോസ്പിറ്റലിൽ വന്നിട്ടേ ഇല്ല, അവൻ വേറെ എവിടേക്കോ പോയത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ബാലേന്ദ്രൻ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും സുലോചന വൈജയന്തിയോട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അന്നേരം ബാലേന്ദ്രൻ പറയും നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാനന്ന് അവളെ കണ്ടിട്ട് വരാം, ഞാൻ ടൗണിലേക്കാണല്ലോ, നിന്നെ ഞാൻ ടൗണിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ബാലേന്ദ്രൻ വൈജയന്തിയെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുക. ബാലേന്ദ്രൻ അകത്ത് ചെന്ന് വൈജയന്തിയുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചിരിയോടുകൂടി അങ്ങനെ നീ അതങ്ങ് സാധിച്ചല്ലേ എന്ന് ചോദിക്കുക. അന്നേരം അതെ, നിങ്ങൾ എന്താ വിചാരിച്ചത്, വളരെ ഈസി ആയിട്ട് എന്നെ അങ്ങ് കടപ്പാട്ടൂരിലേക്ക് തട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു, അതൊന്നും നടക്കുകയില്ല, ഞാൻ എൻ്റെ കൈയും കാലും വെച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ആലോചിക്കുന്നത് എൻ്റെ തല വെച്ചാണ്, അതിന് ഇതുവരെ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യം, നല്ല തലയാണ്, മരിച്ചു കഴിയുമ്പം മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കാം, അത്രയ്ക്ക് കഴിവുള്ള തലയാണ് എന്ന് പറയുമ്പം അതെ കഴിവുള്ള തലയാണ്, നിങ്ങളെപ്പോലെ അല്ല ഞാൻ ജനിച്ചത്, ഞാൻ അങ്ങ് മാളിക വീട്ടിലാണ് ജനിച്ചത്, പണ്ട് രാജാക്കന്മാരെ പോലെ നാട് ഭരിച്ചിരുന്ന ആൾക്കാരാണ് എൻ്റെ കുടുംബക്കാർ, എൻ്റെ അച്ഛൻ എന്നും ഒരു നാടുവാഴിയെ പോലെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്, അല്ലാതെ ആരുടെയും അടുക്കള പുറത്ത് കൈനീട്ടി നിൽക്കേണ്ട ഗതികേടൊന്നും എൻ്റെ അച്ഛനോ എനിക്കോ ഉണ്ടായിട്ടില്ല, ആ രീതിയിലുള്ള ദാരിദ്ര്യവും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെയല്ല ഞാൻ വളർന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അത് ബാലേന്ദ്രനിട്ട് കുത്തുന്നതാണ്. ബാലേന്ദ്രൻ്റെ അച്ഛൻ ഇവരുടെ കുടുംബത്തിലെ ഒരു ആശ്രിതനെ പോലെ നിൽക്കുകയും അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുകയൊക്കെ ചെയ്ത ഒരു കാര്യസ്ഥനായിട്ട് നിന്ന ആളാണ്. അതുപോലെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ ഒരുപാട് കാശും പണമൊന്നും ഇല്ല, എന്ന ദാരിദ്ര്യമായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ പൈസ ഉണ്ടാക്കുകയാണല്ലോ ചെയ്തത്, അതിൻ്റെ ഒരു ചൊറിച്ചിലും കുത്തലുമാണ് ഈ കാണിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞത് പോരാഞ്ഞിട്ട് വൈജയന്തി അതിൻ്റെ കൂടെ തന്നെ പറയുവാണ് വൈജയന്തി ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ട്, വൈജയന്തി എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥമല്ലേ അതെനിക്ക് നന്നായിട്ട് അറിയാം, അഹങ്കാരവും കുശുമ്പും അതുപോലെ കപടതയും എല്ലാം നിറഞ്ഞൊരു സ്ത്രീ, അതിനെ മൊത്തത്തിൽ പറയേണ്ട പേര് വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. വൈജയന്തിക്കും ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. അങ്ങനെ സുലോചനയും കൂട്ടി അവിടെ നിന്ന് പോരുക. പിന്നെ കാണിക്കുന്നത് ഹരിയും ശരണ്യാണ്. അവർ ഒരു ഇടുങ്ങിയ റോഡിലൂടെയാണല്ലോ പിന്നെ വീട്ടിലോട്ട് കയറി പോകുന്നത്, റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൂടെ. അപ്പോൾ ശരണ്യക്ക് സംശയം വരും. ശരണ്യ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇത്ര ഇടുങ്ങിയ റോഡ്, ഇവർ ഇത്രയും വലിയ കാശുകാരായിട്ട് ഒരു വഴി പോലും അവരുടെ
വീട്ടിലേക്ക് ഇല്ലേ? അതുപോലെ ഇവിടെ പരിസരത്തൊന്നും വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പം ഹരി പറയുവാണ്, അവൻ വലിയ കാശുകാരനല്ലേ, ഈ പ്രോപ്പർട്ടീസ് മൊത്തം അവൻ്റെയാണ്, അതുകൊണ്ടാണ് ഇവിടെ വേറെ വീടുകളൊന്നും ഇല്ലാത്തത് എന്ന് പറയും. അന്നേരം വലിയ വീടാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത്യാവശ്യം വലിയ വീടാണ്, എൻ്റെ വീട് നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അന്നേരം അതൊരു മാളികയല്ലേ, ആ വീട് നമ്മളുടെ വിവാഹം കഴിഞ്ഞ് നമുക്കാണോ എന്ന് ചോദിക്കുവാണ് ശരണ്യ. അന്നേരം പിന്നെ എനിക്കല്ലാണ്ട് അതിൻ്റെ പകുതി മനുവേട്ടൻ കണ്ടിച്ചെടുത്തുകൊണ്ട് പോവോ? എടി എല്ലാ വീട്ടിലും ഇളയ മക്കൾക്കാണ് തറവാട് കൊടുക്കുന്നത്, അപ്പോൾ ആ വീട് നമ്മുടെയാണ് എന്ന് പറയുമ്പം പാവം അതടുത്തിരുന്നിങ്ങനെ പറയുക, അയ്യോ അപ്പം ഞാനത് തന്നെ നോക്കണമല്ലേ, നോക്കി നടത്തണമല്ലേ, ചെറിയ വീട് മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പം എൻ്റെ അമ്മ നോക്കുന്നില്ല, അതുപോലെ നീ അങ്ങ് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ വിശ്വാസം തോന്നുവാണ് ഹരിയോട്. അത് കഴിയുമ്പോഴത്തേക്കും ഹരിയനെ ഇവിടുന്ന് ഇവന്മാർ വിളിക്കുന്നുണ്ട്, ഇങ്ങ് എത്താത്തത് എന്താണെന്ന് ചോദിച്ചാൽ. അന്നേരം എടാ ഞങ്ങൾ അങ്ങോട്ട് എത്താൻ തുടങ്ങുവാണ്, അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. ഫുഡൊക്കെ റെഡിയാണോ, അതുപോലെ ബാക്കിയെല്ലാം റെഡിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം എല്ലാം റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരണ്യയ്ക്ക് സംശയം തോന്നാത്ത രീതിയിലാണ് ഹരി അപ്പോഴും സംസാരിക്കുന്നത്. എന്നാൽ നീങ്ങ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ച് കഴിയുമ്പം രോഹിത് കൂടെ ഉണ്ടല്ലോ, രോഹിത് ആകപ്പാടെ വരണ്ട് നിൽക്കുന്ന പോലെ നിൽക്കുവാണേ, ടെൻഷനായിട്ട്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷൻ ആവുക, അവൻ ആ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ടെൻഷൻ ആവുകയാണ് എന്ന് പറയും. അന്നേരം അതിനെന്തിനാണ് ടെൻഷൻ ആവുന്നത്, നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുവാണ്. ഈ സമയം ഹരി അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയേ. ഹരി അവിടെ കൊണ്ട് വണ്ടി നിർത്തി കഴിയുമ്പം ശരണ്യയ്ക്ക് ഭയങ്കര ഒരു സംശയം, വലിയ കോടീശ്വരൻ്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് ഈ വീടാണോ, അതുപോലെ ഇവിടെ വലിയ അലങ്കാരങ്ങളൊന്നും കാണുന്നില്ലല്ലോ, പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താ എന്നൊക്കെ ചോദിക്കുമ്പം എടി ബർത്ത്ഡേ പാർട്ടിയല്ലേ, അത് അകത്ത് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് പന്തലിടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അന്നേരം ഹരി ഒരു കോള എടുത്ത് കുടിക്കും. എന്നിട്ട് ശരണ്യോട് കോള വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കോളയൊന്നും വേണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ല, എനിക്ക് മിനറൽ വാട്ടർ കുടിക്കാൻ തന്നാൽ മതി എന്ന് പറയും. അവൻ വെറും വെള്ളമാണ് എടുത്തു കൊടുക്കുന്നത്, പക്ഷേ അതിനകത്ത് എന്തോ കലക്കിയിട്ടുണ്ട്. രണ്ടു മൂന്ന് ശരണ്യ കുടിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഒരുപാട് കുടിക്കണ്ട എന്ന്. അങ്ങനെ അതെന്താ ഒരുപാട് കുടിക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അല്ല, ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ, ഈ വെള്ളം മാത്രം കുടിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. അന്നേരം ശരണ്യ പറയുവാണ്, എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒന്നും കഴിക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, എന്നെ നിർബന്ധിക്കേണ്ട എന്ന് പറയും. അന്നേരം ഹരി ചോദിക്കും, ഞാൻ നിനക്ക് സ്ട്രേഞ്ചറാണോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നീയല്ല ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് നോക്കുമ്പോഴാണ് നമ്മൾ അപകടത്തിൽ പോയി ചാടുന്നത് എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. ഈ സമയം അകത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോയി സ്വീകരിച്ചുകൊണ്ട് വരണമല്ലോ, രോഹിത്തിനോട് ചെല്ലാൻ പറയുക. രോഹിത്ത് പറയും ഇല്ല അത് ശരിയാകുകയില്ല, ഞാൻ പോകുകയില്ല എന്ന് പറയുവാണ്. ഭയങ്കര പേടി രോഹിത്തിന്. അന്നേരം കൂടെയുള്ള നരേൻ എന്ന് പറഞ്ഞാൽ അവൻ പറയും ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവൻ അങ്ങ് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇറങ്ങിച്ചെന്ന് വാതിൽ തുറന്ന് ഇറങ്ങി ചെല്ലുന്നു. അന്നേരം ശരണ്യയും ഹരിയും കാറിൽ ഇരിപ്പുണ്ട്, അവരോട് ഇറങ്ങി വരാൻ പറയുന്നു. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ശരണ്യയ്ക്ക് അപ്പോഴും കുറേ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അകത്തേക്ക് അകത്ത് എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോരുവാണ്. ഈ സമയം അകത്ത് നിൽക്കുന്ന രോഹിത്ത് ടെൻഷൻ കാരണം വീണ്ടും അവിടെ ഇരിക്കുന്ന ബീറെടുത്ത് കഴിക്കുവാണേ. അന്നേരം അവിടെ നിൽക്കുന്നവൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇത് മൊത്തം നീ തന്നെ കുടിച്ച് തീർക്കോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ, ആ പെണ്ണിനെയും കൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവുക, അതുകൊണ്ടാണ് കുടിക്കുന്നത് എന്ന് പറയും. അന്നേരം നീ ഇതിനാ ടെൻഷൻ അടിക്കുന്നത്, സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടേ, നല്ല സുന്ദരി പെണ്ണാണ് അവൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ രോഹിത്തിന് ഭയങ്കര ടെൻഷനും വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ സമയം കൊണ്ട് ഹരി ശരണ്യം കൊണ്ട് ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. അന്നേരം ശരണ്യ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം ഉണ്ടെന്നേ, അവരെല്ലാവരും കുറേ പേര് അടുക്കളയിലുണ്ട്, കുറേ പേര് മുകളിലുണ്ട് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ശരണ്യോട് അവിടെ ഇരിക്കാൻ പറയുക. അന്നത്തേക്കും ശരണ്യയ്ക്ക് ഇങ്ങനെ തൊണ്ട വരളുന്ന പോലെയോ തല കറങ്ങുന്ന പോലെയോ ഒക്കെ തോന്നുവാണ്. അന്നേരം എന്ത് പറ്റി എന്ന് ഹരി ചോദിക്കുമ്പം എനിക്ക് തൊണ്ട വരളുന്ന പോലെ എന്തെങ്കിലും കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ വെള്ളം ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഹരി വെള്ളം എടുക്കാനായിട്ട് അങ്ങ് പോവാണ്. ഹരി അങ്ങ് പോയി കഴിയുമ്പം ശരണ്യയ്ക്ക് എന്തോ സംശയങ്ങൾ വരുന്നതുകൊണ്ട് ചുറ്റും ഒന്ന് നോക്കും. എന്നിട്ട് പയ്യെ എഴുന്നേറ്റ് നിൽക്കുമ്പം ശരണ്യയ്ക്ക് പയ്യെ തലകറങ്ങി തുടങ്ങി. അവൻ മിനറൽ വാട്ടർ ആണ് എന്ന് പറഞ്ഞ് കൊടുത്തതിനകത്ത് എന്തോ കലക്കി കൊടുത്തതാണ്. തല കറങ്ങുന്ന പോലെ ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം അവന്മാരും അതുപോലെ രോഹിത്തൊക്കെ അവിടെ നിന്ന് ഒളിച്ച് നിന്ന് നോക്കുന്നുണ്ട് ശരണ്യനെ. രോഹിത്തിന് ഭയങ്കര വിഷമാട്ടോ മുഖത്ത്, മറ്റവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതായാലും അന്നത്തേക്ക് ഹരി അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക എന്നാ പറ്റിയത് എന്ന് നോക്കുമ്പം എനിക്കെന്തോ ഭയങ്കരമായിട്ട് തല കയറുന്നു ഹരിയേട്ട എന്ന് പറയുമ്പം എന്നാൽ ദേ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവളെ അവിടെ പിടിച്ചിരുത്തുവാണ്. അന്നേരം ശരണ്യയ്ക്ക് ഹരിയോടുള്ള ആ ഒരു വിശ്വാസമാണ് കാണിക്കുന്നത്. ശരണ്യ ഹരിയുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കും. എന്നിട്ട് ഹരിയേട്ട എൻ്റെ അടുത്തുനിന്ന് പോകരുത് കേട്ടോ എന്നിങ്ങനെ പറയും. എന്നിട്ട് ആ മയങ്ങി പോകുന്നതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇതെന്താ ആരും ഒന്നും ഇങ്ങോട്ട് വരാത്തെ, ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം അവരൊക്കെ വരുമെന്നേ, ഇതേ മുകളിലൊക്കെ ഉണ്ട് അവർ വരും എന്ന് പറയുവാണ്. എന്നിട്ട് ഇവളിങ്ങനെ മയങ്ങി പോകുന്നതിനിടയ്ക്ക് ഹരി ചോദിക്കുന്നുണ്ട് നിനക്ക് നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ അകത്ത് ബെഡ്റൂം ഉണ്ട് അവിടെ പോയി കിടന്നാലോ എന്ന്.
എന്നിട്ട് വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആകെ കുഴഞ്ഞു വയ്യാണ്ടായി. പയ്യെ ഹരി അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. നീ എഴുന്നേറ്റേ, അകത്ത് കട്ടിലേ പോയി കിടക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ശരണ്യ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് ഹരി അകത്തേക്ക് പോവുകയാണ്. പോകുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി അവരോട് എല്ലാം കറക്റ്റായി എന്നുള്ള രീതിയിൽ ഡൺ കാണിക്കുന്നുണ്ട്. അവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഹരി അകത്തേക്ക് പോകുന്നു. അവരോടും വരാൻ പറയുന്നുണ്ട്. ഹരി അകത്തേക്ക് ശരണ്യയെ കൊണ്ട് പോകുമ്പോൾ അവരും ആ റൂമിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോഴും അവിടെ വരണ്ട് നിൽക്കുവാണ് രോഹിത്തിന് നല്ല ടെൻഷനുണ്ട്. ഏതായാലും ഹരി ശരണ്യയെ കൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തുന്നു. അത് കഴിഞ്ഞ് ശരണ്യയുടെ ഷോളൊക്കെ മാറ്റി അവൻ ഭയങ്കര ഒരു കൊതിയോടുകൂടി ശരണ്യെ ഇങ്ങനെ നോക്കി അടുത്ത് ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം പുറത്ത് ഇങ്ങനെ പേടിച്ച് വരണ്ട് നിൽക്കുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത്ത് ആ റൂമിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു പ്രമോ കണ്ടിട്ട്. രോഹിത്ത് അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നതായിട്ടത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നുണ്ട്. വെളിവ് കെട്ടാണ് അവൻ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് കൊണ്ടുവരുന്ന വണ്ടി ഒന്ന് സിറ്റൗട്ടിലോട്ട് കൊണ്ട് എത്തിക്കാൻ പോലും പറ്റുന്നില്ല രോഹിത്തിന്. അതെല്ലാം കഴിഞ്ഞ് കയറി വരുമ്പം കൃഷ്ണമോള് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ രോഹിത്തേട്ടാ, എന്തിനെങ്ങനെ കുടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് കൃഷ്ണമോളോട് ദേഷ്യപ്പെടുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന ഇതെല്ലാം കണ്ടിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഏതായാലും റൂമിൽ ചെന്നതിന് ശേഷം ആകെ ടെൻഷനാണ് രോഹിത്തിന്. ശരണ്യയുടെ ആ മുഖവും തളർന്നിരിക്കുന്നതും ഒക്കെ അവൻ്റെ മനസ്സിലേക്ക് പോകുന്നുണ്ട്. ആകെ ട്രോമയായിട്ട് കാണിക്കുന്ന പോലെ ഇങ്ങനെ ടെൻഷനോടെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്.